ഹായ്, ഞാൻ അബ്ദു പൊയിലാഗ്രോ ഫാം. ഞാൻ ഇന്നുള്ളത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ ഗുണ്ടിൽപേട്ടൻ്റെയും മൈസൂരിൻ്റെ അടുക്ക് ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായി. നമ്മളൊരു ഗ്രൂപ്പ് വാങ്ങിച്ച സ്ഥലമാണിത്, 9.5 ഏക്കർ സ്ഥലം. അന്ന് ഞാനൊരു വീഡിയോ കാണിച്ചു തന്നില്ലേ, ഫിഷോമിനോ ആസിഡ് മത്തി കഷായം. അതാണ് നമ്മൾ മാവിന് സ്പ്രേ ചെയ്തത്. ഇതിൻ്റെ പൂക്കലുണ്ടോ, ഫുള്ളായിട്ട് പൂത്ത്. ഇത് രത്നഗിരി ആപ്പൂസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതാണ് നേരത്തെ പൂക്ക. മല്ലിക ഉണ്ട്, മല്ലിക കുറച്ച് കഴിയും. ജനുവരി 2nd വീക്കോട് കൂടിയാണ് മല്ലിക പൂക്ക. ഇതിൻ്റെ പൂക്കലുണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൂത്ത് വന്നിട്ടില്ലേ. പൂക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ രോഗിനൊക്കെ ഐസിയിൽ ഇട്ട മാതിരിയാണ്, നല്ല ശ്രദ്ധിക്കണം. അപ്പം മഞ്ഞുവെള്ളം ഉള്ളതുകൊണ്ട് ഇതിന്മേൽ ഫംഗൽ വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്തെങ്കിലും വെള്ള കളറിലുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടോ എന്നല്ലോ ശ്രദ്ധിക്കണം ഈ പൂക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിന്മേൽ ഇപ്പം നിലവിലൊന്നുമില്ല. ഇനി ഫ്രൂട്ട് സെറ്റ് ആയതിനു ശേഷം എന്താക്കും, കംപ്ലീറ്റ് മാവിന് നമ്മൾ കുലുക്കി ഒഴിവാക്കിയിട്ട് കണ്ടോ, ഇത് പൂക്ക് സെറ്റായതാണ് ഈ പൂക്കൽ. അപ്പോൾ ഇത് മൊത്തം കുലുക്കാൻ കഴിയില്ല, കാരണം സെറ്റാവാത്ത പൂക്കലുണ്ട്. ഇങ്ങനെ കുലുക്കിയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഈ കരിഞ്ഞ പൂക്കൽ നമ്മൾ ഒഴിവാക്കും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് ആഡ് ചെയ്യുകയും ചെയ്യും. ഇത് നിറയെ പൂത്തുണ്ടല്ലേ, കണ്ടോ, രത്നഗിരി ആപ്പൂസ്. ഈ ഏരിയ മൊത്തം ഈ ആപ്പൂസാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ല സ്ട്രോങ് കട്ടിയുള്ള പൂക്കലാണ്. അപ്പോൾ ഫിഷോമിനോ ആസിഡ് നല്ല സാധനമാണ്. നിങ്ങൾ ഇപ്പോൾ 2 മാസം മുമ്പ് നമ്മൾ ആഡ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താണ്. പെൺപൂവ് ഉണ്ടാവും, കൂടുതൽ പെൺപൂവ് ഉണ്ടായാലാണ് നമുക്ക് പരാഗണം നടന്ന് മാങ്ങ ഉണ്ടാവുക. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടി സെറ്റായതിനു ശേഷം ഇങ്ങനെ ഇളക്കിയിട്ട് കരിഞ്ഞ് പൂക്കൾ ഒഴിവാക്കി കൊടുക്കും. അപ്പോൾ ഈ വെറൈറ്റി മാവ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലുണ്ട് സാധനം. ഈ രത്നഗിരി ആപ്പൂസ് നേരത്തെ ഫ്ലവർ ആവും, നേരത്തെ കായ്ക്കും. മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ രത്നഗിരി ആപ്പൂസ് ഒന്ന് വീട്ടിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ തൈ ചെറുതും വലുതും മീഡിയം തൈ, ഏത് തൈ വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണേ. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. TTDC ഉണ്ട്, പക്ഷേ ഈ രത്നഗിരി ആപ്പൂസൊക്കെ വലിയ തൈയായതുകൊണ്ട് EDC അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ബായ്.